നമസ്കാരം. വിദ്യാസാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 കോമേഴ്സിൻ്റെ 3rd ചാപ്റ്റർ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗ്ലോബൽ ഓർഗനൈസേഷൻസിനെ പറ്റിയാണ്. ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അഥവാ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്നതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അതെന്താണ് എന്നുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയും. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ ഗ്ലോബലാണ്. ഗ്ലോബൽ മീൻസ് ആഗോളപരമായിട്ടുള്ളതാണ്. അതായത് ലോകം മുഴുവൻ, ഒരു രാജ്യത്തു നിന്നുള്ളതല്ല, വിവിധ രാജ്യങ്ങളിലുള്ള ഒരു വലിയ സ്ഥാപനത്തെയാണെന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ്. മൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ, വിവിധ എന്നാണ് അർത്ഥം. നാഷണൽ മീൻസ് ദേശീയം, വിവിധ ദേശങ്ങളിലുള്ള, അതായത് പല പല രാജ്യങ്ങളിലായിട്ട് ബ്രാഞ്ചസ് വ്യാപിച്ച് കിടക്കുന്ന, ലോകമെമ്പാടും ബ്രാഞ്ചുകളുള്ള വലിയ വലിയ ഹ്യൂജ് സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് ആർ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് which extended their industrial and marketing operations through a network of their branches in several countries. എന്താണ് പറയുന്നത്? ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് ആർ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ്. വമ്പൻ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് ആണ്. വമ്പൻ എന്താണ്? വ്യാവസായിക സ്ഥാപനങ്ങളാണ്. വിച്ച് എക്സ്റ്റെൻഡ് മീൻസ് വ്യാപിപ്പിക്കുക. ദെയർ ഇൻഡസ്ട്രിയൽ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ്, അവരുടെ വ്യാവസായികപരമായിട്ടുള്ള അഥവാ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ദെയർ ബ്രാഞ്ചസ് ഇൻ സെവറൽ കൺട്രീസ്. അത് വിവിധ ബ്രാഞ്ചുകൾ, അവരുടെ ബ്രാഞ്ചുകൾ വിവിധ നെറ്റ്വർക്കുകളായിട്ട്, പല പല നെറ്റ്വർക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബ്രാഞ്ച്, അടുത്തൊരു ബ്രാഞ്ച്, ഇതെല്ലാം ഒരു നെറ്റ്വർക്ക് കണക്ക് ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആയിരിക്കും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിൽ, ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ശ്രീലങ്കയിൽ തുടങ്ങുന്നു, പാകിസ്ഥാനിൽ തുടങ്ങുന്നു, അതുപോലെ USA, ബ്രിട്ടൻ, ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു നെറ്റ്വർക്ക് കണക്ക് പല ബ്രാഞ്ചുകൾ തുടങ്ങുന്ന സ്ഥാപനങ്ങളാണ്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ their huge size, large number of products, advanced technology, etc. They are characterized by, അവ എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്, അവ എങ്ങനെയാണ് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദെയർ ഹ്യൂജ് സൈസ്, അവരുടെ വലിയ സൈസാണ്. നമ്മൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പോലെ അത് വലിയ സ്ഥാപനങ്ങളാണ്. അതിൻ്റെ ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്, ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഈ ആവശ്യം പോലെ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും? അവർ വർഷാവർഷം എന്ത് ചെയ്യും? ഉണ്ടാക്കി വിതരണം ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ടെക്നോളജി, അല്ലേ, മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല, ഇവരുടെ ടെക്നോളജി എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഗ്ലോബൽ ഓണ്ടർപ്രൈസസ്. ആഗോളപരമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങളാണ് ഗ്ലോബൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന കുറേ കമ്പനികളുണ്ട്, അല്ലേ? കൊക്കക്കോള, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, കാനോൺ, അതുപോലെ തന്നെ പെപ്സി. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്, അഥവാ ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. ഈ കൊക്കക്കോള, പെപ്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികളാണ്. പക്ഷേ അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ലേ? ഇന്ത്യയിൽ അതിന് സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലുണ്ടായിരുന്നു, പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ, മൈലമ്മയുടെ കേസൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ, ഓക്കെ, അപ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി അമേരിക്കയിലാണ് അതിൻ്റെ സ്ഥാപനം, ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിലും അത് ഇവിടെയുണ്ട്, ഇന്ത്യയിലും ഉണ്ട്, പറയുന്ന ചൈനയിലും ഉണ്ട്, ഈ പറയുന്ന പാകിസ്ഥാനിൽ, അങ്ങനെ വിവിധ രാജ്യങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയും. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഓക്കെ, ഗ്ലോബൽ ഓണ്ടർപ്രൈസസുകളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഫീച്ചേഴ്സ്. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സാണ്. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ്. ഇവിടെ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിക്ഷേപങ്ങളെല്ലാം തന്നെ വളരെ വലുതാണ്. സാധാരണ ഒരു സ്ഥാപനങ്ങളിലുള്ളതുപോലുള്ള നിക്ഷേപമല്ല ഇതിലുള്ളത്. വളരെ വലിയ സ്ഥാപനമാണ്. കാര്യം ഇത് ആഗോളപരമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന വലിയ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ എത്രത്തോളം ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, അല്ലേ? ദീസ് കമ്പനീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ പൊസസിങ് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ദ എബിലിറ്റി ടു റൈസ് ഫണ്ട്സ് ഫ്രം ഡിഫറൻറ്റ് സോഴ്സസ്.
പൊസസിങ് മീൻസ് കൈവശം വെച്ചിരിക്കുന്നു എന്ത് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ഇവരുടെ കൈകളിൽ ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ട്. സമ്പത്തിൻ്റെ ഒരു ഉറവിടം, വളരെ വലിയ ഉറവിടമാണ് ഇവരുടെ കയ്യിലുള്ളത്. എബിലിറ്റി ടു റൈസ് ഫണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഇവർക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഹൈലി സൗണ്ട് ആയിട്ടുള്ള കമ്പനീസിനൊക്കെ ഫിനാൻസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലേ, ബാങ്കുകളായാലും ഒരുപാട് പേര് മുന്നിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കമ്പനിയെ പോലെ അല്ല. ഇവരുടെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗണ്ടാണ്, വളരെ ഹ്യൂജാണ്. സൗണ്ട് മീൻസ് ഹ്യൂജാണ്. ഓക്കെ, മാത്രമല്ല ഇവർക്ക് പലതരത്തിലുള്ള സോഴ്സുകൾ, മറ്റു സ്ഥാപനങ്ങളെ പോലുള്ള പലതരത്തിലുള്ള സോഴ്സുകളും ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോറിൻ കൊളാബറേഷൻ. ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് ക്യാൻ കൊളാബറേറ്റ് വിത്ത് കമ്പനീസ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, ഗ്ലോബൽ ഫോറിൻ കൊളാബറേഷനാണ്. ഒരു രാജ്യത്ത് മാത്രമല്ല അവരുടെ പ്രവർത്തനം നിൽക്കുന്നത്, ആണോ? അല്ല. വിദേശ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ച് പല രാജ്യങ്ങളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻ, ഒരു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ, ഒരു ബന്ധം എപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് ക്യാൻ കൊളാബറേറ്റ് വിത്ത് കമ്പനീസ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിലുള്ള കമ്പനിയായിട്ടും പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനിയായിട്ടും പബ്ലിക് സെക്ടറിലുള്ള കമ്പനിയായിട്ടും ഒക്കെ ഇതിനെന്തുണ്ട്, കൊളാബറേഷൻ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്നല്ല, വിവിധ രാജ്യങ്ങളിലുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, ഫോറിൻ കൊളാബറേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇവരുപയോഗിക്കുന്ന പ്രൊഡക്ഷൻ ടെക്നോളജീസ്, ഇവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ എങ്ങനെ. ദീസ് ഓണ്ടർപ്രൈസസ് പൊസസ് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റീസ് ഇൻ ദെയർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവരുപയോഗിക്കുന്ന ടെക്നോളജീസ് സുപ്പീരിയോറിറ്റീസ് മീൻസ് സുപ്പീരിയർ, മുതിർന്ന, മുൻഗണനയുള്ള അല്ലേ, വളരെ മുന്നിട്ട, വളരെ വികാസം പ്രാപിച്ച, വളരെ നൂതനമായ ടെക്നിക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മെച്ചപ്പെട്ട ടെക്നോളജീസേ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവരതാണ് ഉപയോഗിക്കുന്നവർക്ക് അതേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം, ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം റിസ്ക്കും ഉണ്ടല്ലേ, ചാൻസ് ഓഫ് ലോസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവർ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ സൗണ്ടാണ്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജീസാണ് ഇവർ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊഡക്ഷൻ ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംതിങ് ന്യൂ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ നൂതനമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ദേ ആർ കണ്ടിന്യൂസ്ലി എൻഗേജ്ഡ് ഇൻ ഡെവലപ്പിംഗ് എ ന്യൂ പ്രോഡക്ട്സ്, ബെറ്റർ ക്വാളിറ്റി ആൻഡ് സുപ്പീരിയർ ഡിസൈൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അവരെപ്പോഴും ചെയ്യുന്ന എന്താണ്, പുതിയ പ്രോഡക്റ്റ്, ഈ നിലവിൽ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് തന്നെ വിറ്റുകൊണ്ടിരിക്കാനല്ല, പ്രോഡക്റ്റിൽ എപ്പോഴും എന്ത് ചെയ്യണം, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പെപ്സി എന്ന് പറയുന്ന ഒരു കമ്പനി എടുത്ത് തന്നെ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ആ ഒരു ബോട്ടിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ആ ബോട്ടിൽ ഇപ്പോൾ ഇന്ന് പലതരത്തിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ചെറിയ ഒരു ക്യാനിൽ കിട്ടും, അല്ലെങ്കിൽ വളരെ വലിയ 2 ലിറ്റേഴ്സിൻ്റെ ഒക്കെ വലിയ ബോട്ടിൽ അല്ലേ. പിന്നെ അതിൻ്റെ ഡിസൈനിങ്ങിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ അവരുടെ അതിൻ്റെ ഫ്ലേവറിലൊക്കെ അവർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ എപ്പോഴും എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് തന്നെ എപ്പോഴും വിട്ടുകൊണ്ടിരിക്കാതെ പ്രോഡക്റ്റിൽ എപ്പോഴും നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക ഒരു കാര്യം. എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ഓക്കെ, ഒരു സാധനം തന്നെ എപ്പോഴും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലെന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ പുതിയ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഡിസൈനിങ്ങിലും, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഫ്ലേവേഴ്സ്, അതിലുപയോഗിക്കുന്ന ടെക്നിക്സ്, അതിൻ്റെ കൂടെ വരുന്ന മറ്റ് കാര്യങ്ങൾ അല്ലേ, ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എപ്പോഴും പ്രോഡക്റ്റിൽ എന്ത് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫോർത്ത് പോയിന്റ്, പ്രോഡക്റ്റ് ഇന്നോവേഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വിപണന തന്ത്രങ്ങളുണ്ട് അവർക്ക് അല്ലേ. അപ്പോൾ ഇവരുടെ പ്രോഡക്ട്സ് മാക്സിമം ഇവർക്ക് എന്ത് ചെയ്യണം, പ്രോഡക്റ്റുകൾ വിറ്റ് പോകണം. മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല, റിസ്ക് കൂടുതലാണ്, ഹ്യൂജ് ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് എല്ലാം ഹൈലി കോസ്റ്റ്ലിയാണ്. സോ ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ചിലവുകൾ വരുന്ന, കോസ്റ്റ് വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹൈലി എഫക്റ്റീവ് ആയിരിക്കണം. ഹൈലി എഫക്റ്റീവ് തന്നെയാണ്. ഓക്കെ, മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഗ്ലോബൽ കമ്പനീസ് ആർ ഫാർ മോർ എഫക്റ്റീവ്, കൂടുതൽ എഫക്റ്റീവാണ്, ഫലപ്രദമാണ് ദാൻ അതർ കമ്പനീസ്, മറ്റ് കമ്പനികളെ അപേക്ഷിച്ച്. പല തരത്തിലുള്ള പ്രൊമോഷൻസാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. പല നവമാധ്യമങ്ങൾ വഴി മറ്റ് ഉൽപ്പന്നങ്ങൾ, ഇവരുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു,
അതായത് നമ്മുടെ സാധാരണ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇവർക്ക് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലേ, ഇവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനും അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ അത്ര എന്താണ് വളരെ വലിയ സ്റ്റാർസിനെയൊക്കെ വെച്ചുകൊണ്ട് അല്ലേ, സച്ചിൻ ടെണ്ടുൽക്കറെയൊക്കെ വെച്ചാണ് ഇവരുടെ ആഡൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്കും എന്താണ് സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾ അല്ലേ. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, അത് നമ്മൾ ബൂസ്റ്റ് എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹൈലി നല്ല ചിലവിനാണ് ഇവരെന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇവരുടെ വിപണന തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് എന്താണ് വളരെ എഫക്റ്റീവാണ്. അത്രത്തോളം ചിലവാക്കിയാണ് അവരത് ചെയ്യുന്നത്. കാര്യം അവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ വിറ്റഴിക്കേണ്ടത് അവരുടെ ആവശ്യകതയാണ്. ഓക്കെ, സോ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഗ്ലോബൽ കമ്പനീസ് ആർ ഫാർ മോർ എഫക്റ്റീവ് ദാൻ അതർ കമ്പനീസ്. മറ്റ് കമ്പനികളെക്കാൾ എഫക്റ്റീവാണ്. എന്ത് ചെയ്തിട്ടായാലും പ്രോഡക്റ്റ് വിൽക്കാനുള്ള തന്ത്രം അവരവിടെ കൊണ്ടുവരും. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. ഓക്കെ, മാർക്കറ്റ് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവരുടെ കമ്പോളം എന്ത് ചെയ്യണം, ഇവരുടെ വിപണന മേഖലകൾ എന്ത് ചെയ്യണം, എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Their operations and activities extended beyond the physical boundaries of their own country. ഓക്കെ, സ്വന്തം രാജ്യത്ത് മാത്രമല്ല അവരുടെ പ്രവർത്തന മേഖല. അവരുടെ പ്രവർത്തന മേഖല എന്ത് ചെയ്യുന്നു, അവർ എക്സ്പാൻഡ് ചെയ്യുന്നു, വിവിധ രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. ബിയോണ്ട് ദ ഫിസിക്കൽ ബൗണ്ടറീസ്. ഓക്കെ, അതിനപ്പുറം, എന്തിനപ്പുറം, ബൗണ്ടറീസ് ഓഫ് ദെയർ ഓൺ കൺട്രീസ്. അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തിക്കും അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഡക്റ്റിനെ അവരെത്തിക്കുന്നു. എപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത ഏത് രാജ്യത്തെ കൊണ്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ മാർക്കറ്റ് ഇവരുടെ കമ്പോളം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അടുത്ത രാജ്യങ്ങൾ ഒരു നെറ്റ്വർക്ക് കണക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ലോകത്തിൻ്റെ എമ്പാടും എത്തിക്കാനാണ് ഇവിടെ നോക്കുന്നത്. മാർക്കറ്റ് ടെറിട്ടറി, ഇവരുടെ കമ്പോളങ്ങൾ അല്ലേ, വിപണന മേഖലകൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെയൊക്കെ തുടങ്ങുന്നത്. ഇതേപോലെ ഈ ലൈഫ് ബോയ്, അതുപോലെ ലെക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് മാത്രം ഉള്ള എന്താണ് മാർക്കറ്റൊക്കെയാണ് അതിനുള്ളത്. പക്ഷേ ഈ പറയുന്ന പെപ്സി, കോള, അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന സ്ഥാപനം തന്നെ അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ. അപ്പോൾ അത് ആഗോള വ്യാപകമായിട്ടുണ്ട്. അതുപോലുള്ള കമ്പനികളെല്ലാം ഇവരെപ്പോഴും ചെയ്യുന്നത് ഇവരുടെ മാർക്കറ്റ് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു സ്ഥലത്തിൽ. അവരപ്പോൾ അതിനാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞത്, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. ഈ 2 പോയിൻ്റ് ഓക്കെ ആണല്ലോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളാണ്. അപ്പോൾ പറഞ്ഞു, മൾട്ടിനാഷണൽ കമ്പനീസിന് ലോകമെമ്പാടും സ്ഥാപനങ്ങളുണ്ട്, ബ്രാഞ്ചുകളുണ്ട് അല്ലേ, ലോകമെമ്പാടും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചുകളെല്ലാം അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കുകയല്ല, അവരെ നിയന്ത്രിക്കുന്നത് ഹോം കൺട്രിയിലെ സ്ഥാപനം തന്നെയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, സബ്സിഡിയറീസ് ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേന്ദ്രം, സ്വന്തം രാജ്യത്തൊരു കേന്ദ്രം ഉണ്ടായിരിക്കും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ പല രാജ്യങ്ങളിലുമുള്ള ബ്രാഞ്ചുകൾ, അവയാണ് നമ്മൾ സബ്സിഡിയറീസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ദെയർ ഹോം കൺട്രി ആൻഡ് എക്സൈസ് കൺട്രോൾ ഓവർ ഓൾ ബ്രാഞ്ചസ് ആൻഡ് സബ്സിഡിയറീസ്. എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ സഹസ്ഥാപനങ്ങളിലും ഉള്ള കൺട്രോൾ അവരുടെ ഹോം കൺട്രിയിൽ ഇരുന്നു കൊണ്ട് അവർ ചെയ്യും. ഒരു ഹെഡ് ക്വാർട്ടേഴ്സും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ആസ്ഥാനം ഇന്ത്യയാണ്, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. പക്ഷേ അതിന് ലോകമെമ്പാടും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചുകളെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്, ആ ഇന്ത്യയിലുള്ള കമ്പനിയാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനിയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പുറത്തുള്ള കമ്പനികളെയൊക്കെ അതിൻ്റെ എന്താണ് വിളിക്കുന്നത്, ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സബ്സിഡിയറീസ് എന്ന് പറയും, ഉപസ്ഥാപനങ്ങൾ എന്ന് പറയും. ഓക്കെ, അതാണ് സെൻട്രലൈസ്ഡ് കൺട്രോളിംഗ് ആണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ കൺട്രിയിൽ, സ്വന്തം രാജ്യത്തൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും, മറ്റ് രാജ്യങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ടാവും. ആ ബ്രാഞ്ചുകളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരിക്കും. ദേ ഹാവ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ദെയർ ഹോം കൺട്രി ആൻഡ് എക്സൈസ് കൺട്രോൾ ഓവർ ഓൾ ബ്രാഞ്ചസ് ആൻഡ് സബ്സിഡിയറീസ്. ഓക്കെ, അതാണ് അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണെന്ന് പറഞ്ഞു. ആഗോളപരമായി ലോകത്തെങ്ങും ബ്രാഞ്ചുകളുള്ള വലിയ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള നല്ല നൂതനമായ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഹ്യൂജ് ക്യാപിറ്റലാണ്, വളരെ വലിയ ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ഫോറിൻ കൊളാബറേഷൻ അല്ലേ, വിവിധ രാജ്യങ്ങളുമായിട്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ട് ഇവർക്ക്. അഡ്വാൻസ്ഡ് ടെക്നോളജി, മറ്റ് സ്ഥാപനങ്ങളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ നന്നായിട്ടുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജീസാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രോഡക്റ്റ് ഇന്നോവേഷൻ, ഇവരെപ്പോഴും തങ്ങളുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് വരുത്തി, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാര്യങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ദെൻ മാർക്കറ്റ് സ്ട്രാറ്റജീസ്, ഇവരുടെ വിപണന തന്ത്രങ്ങൾ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഹൈലി എഫക്റ്റീവ് ആകുന്നു.
ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് കൺട്രോൾ അല്ലേ, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, എപ്പോഴും അവരെന്തിങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ മാർക്കറ്റ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദെൻ സെൻട്രലൈസ്ഡ് കൺട്രോളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത, സെൻട്രലൈസ്ഡ് കൺട്രോൾ. അതായത് ഇവർക്കൊരു ഹോം ടൗണിൽ, ഹോം കൺട്രിയിൽ എന്ത് ചെയ്യണം, ഒരു ഹെഡ് ക്വാർട്ടേഴ്സും കാണും, വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചസും കാണും. സോ അതിനെന്ത് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ ആയിരിക്കും. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് ആണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഗ്ലോബൽ ഓർഗനൈസേഷൻസും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം എഴുതിയെടുത്ത് വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കമ്പനി എടുത്ത് ഉദാഹരണമായിട്ട് മനസ്സിൽ വെച്ചിട്ട്, ഇപ്പോൾ കൊക്കക്കോള എന്ന് പറഞ്ഞൊരു കമ്പനി മനസ്സിൽ വെക്കുക, എന്നിട്ട് ഇതങ്ങ് പഠിച്ചാൽ മതി. അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിനാണത് പറഞ്ഞത്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നോട്ടുകളെല്ലാം എഴുതിയെടുക്കുക. മറ്റൊന്നും പറയാനില്ല. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.